നിങ്ങൾക്ക് നഷ്ടമായതിനെ മടക്കി തരുവാൻ ശക്തിയോടും അനുഗ്രഹത്തോടും കൂടെ അനുഭവിക്കുവാൻ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായോ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് നഷ്ടമായോ, നിങ്ങൾ അല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിശാച് അപഹരിച്ചോണ്ട് പോയത്, നിങ്ങൾക്ക് നഷ്ടമായി പോയത് കർത്താവ് മടക്കി തരാൻ ശക്തനാണ്. എൻ്റെ ഈ ദൂത് കേൾക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് പിതാക്കന്മാരുണ്ട്. നിങ്ങളുടെ തലമുറയുടെ നന്മകൾ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രയോജനങ്ങൾ ശത്രു കവർന്നെടുത്തുകൊണ്ട് പോയത് ദൈവം മടക്കി തരുവാൻ പോകുന്നു. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന ആലോചന, ദൈവം നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും, നഷ്ടമായ അനുഗ്രഹങ്ങളെ മടക്കിത്തരും. ഹല്ലേലൂയ. അവൻ സകലതും പുതുതാക്കി തരും. ഇനി വെളിപ്പാട് പുസ്തകത്തിലെ 21 അധ്യായത്തിലെ 5-ാമത്തെ വാക്യം ഒരുപാട് ധൈര്യം തരുന്നൊരു വചനമാണ്, ഭയങ്കര പ്രത്യാശ തരുന്നൊരു വചനമാണ്. നിങ്ങൾ വചനം ഒന്ന് കേൾക്കണം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. പക്ഷേ ആ 5-ാം വാക്യം നോക്കിക്കേ, ബൈബിൾ തരുന്ന ഉറപ്പാണ്, ഇനി മരണം ഉണ്ടാകുകയില്ല. ആമേൻ. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. ഞാൻ സകലവും പുതുതാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിനും നമുക്ക് തരാൻ പറ്റുന്ന ഒരു വലിയ പ്രോമിസാണ്, ഞാൻ സകലവും പുതുതാക്കുന്നു. ഹല്ലേലൂയ. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ അവസാന കാലത്ത് ദൈവസഭ അന്ത്യകാലം പിന്നിട്ട ശേഷം, സഭയുടെ ഉൽപ്രാപണം നടന്ന ശേഷം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് നമ്മൾ 21 അധ്യായത്തിൽ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം സകലതും ദൈവം പുതുതാക്കുകയാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ ജനം എത്രമാത്രം അവനെ വിശ്വസിക്കുന്നു അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ നഷ്ടമായതിനെ ദൈവം പുതുതാക്കി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ഞാൻ പുതിയ ഹൃദയം കൊടുക്കും, പുതിയ ആത്മാവിനെ കൊടുക്കും, പുതിയ പ്രമാണം കൊടുക്കും, പുതിയ പ്രമാണം എഴുതി കൊടുക്കും, ഹൃദയത്തിൽ എഴുതും. അപ്പൊ പുതിയത് 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 അപ്പൊ പുതുതാക്കി കൊടുക്കുന്നത് നേരത്തെ ദൈവം ആരംഭിച്ചതാ. നഷ്ടമായി പോയതും മോശം വന്നു പോയതും കൈമോശം വന്നു പോയതും ഒക്കെ ദൈവം പുതുതാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നഷ്ടമായ വർഷങ്ങളെ ദൈവം മോശ 40 വർഷമാണ് ആ അമ്മായിയപ്പൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മേയ്ക്കാനൊക്കെ നിന്നു. പക്ഷേ അടുത്ത ഒരു 40 വർഷം അവൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അവനെ ദൈവം മടക്കി കൊടുത്തു. എൻ്റെ 40 വർഷം നഷ്ടമായല്ലോ എന്ന് പറയണ്ട, ആ 40 വർഷം ദൈവം മടക്കി കൊടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏറ്റവും ഭക്തനായ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം 75-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തത്തെക്കുറിച്ച് കേട്ടത്. 100-ാമത്തെ വയസ്സിലാണ് തലമുറയുടെ വാഗ്ദത്തം അവന്റെ കയ്യിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കറിയണമോ, അബ്രഹാം അടുത്ത ഒരു 75 വർഷം കൂടെ വീണ്ടും ജീവിച്ചിരുന്നു. 175-ാമത്തെ വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത്. നഷ്ടമായ 75 വർഷത്തെ ദൈവം മടക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. എവിടെയൊക്കെയാണ് നഷ്ടമായത്, അത് നന്മ നഷ്ടമായോ? യോവേലിന്റെ പ്രവചനത്തിൽ പറയുന്നത്, തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. പകരം തരും, നഷ്ടമായതിനെ പുതുതാക്കി തരും, പുതിയതാക്കി. ഹല്ലേലൂയ. ദൈവം എല്ലാം പുതുതാക്കി തരുന്നവനാ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങളുടെ മാറാത്ത പ്രശ്നമാണെങ്കിലും, ശരീരത്തിലുള്ള രോഗമാണെങ്കിലും, ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വഭാവം മാറാത്തതാണെങ്കിലും ദൈവം പുതുതാക്കി തരും, പുതുതാക്കി തരും. ദൈവത്തിന്റെ അടുക്കൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. മെയിൻ്റനൻസ് ചെയ്യല്ല, അവൻ പുതിയതാക്കി തരും. ഹല്ലേലൂയ. ഏത് വിഷയത്തിലാണെങ്കിലും ദൈവം പുതുതാക്കി തരും. കാലേബ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്തൻ യോശുവയോട് കൂടി കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ കൂട്ടത്തിൽ വിശ്വാസം സംസാരിച്ച ഒരാളും കൂടിയാണ്. ഒടുവിൽ ആ ദേശത്ത് അനാക്യ മല്ലന്മാരുണ്ട്. അവര്
നമ്മളെല്ലാം കൊല്ലും, അവർ ഭയങ്കര അധികായന്മാരാണ്, അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളി പോലെയാണെന്നൊക്കെ ചിന്തിച്ച് അവരെ കണ്ട് അവരോട് കൂടെ ഉണ്ടായിരുന്ന കാലേബിനോട് യോശുവയോടും കൂടെ ഉണ്ടായിരുന്ന 10 ഗോത്ര പ്രഭുക്കന്മാർ ഭയപ്പെട്ടു. ഇസ്രായേൽ ജനത്തോട് ദുർവർത്തമാനം വന്ന് പറഞ്ഞു. അപ്പൊ കാലേബും യോശുവയും പറഞ്ഞ, അല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇരയായിത്തീരും. ഹല്ലേലൂയ. ഒടുവിൽ അത് സംഭവിച്ചു കേട്ടോ. 2 പേര് പറഞ്ഞത് സംഭവിച്ചത്. എന്നാൽ ദേശം പിടിച്ചടക്കി കനാൻ ദേശം കൈവശമാക്കി കഴിഞ്ഞപ്പോൾ യോശുവയോട് ഈ അനാക്യ മല്ലന്മാര് താമസിച്ച കിര്യത്തർബ പിടിച്ചടക്കിയിരുന്നില്ല. കാലേബ് വന്ന് പറയുകയാണ്, യോശുവയോട് വന്ന് പറയാണ്, യോശുവയുടെ പുസ്തകം 15 അധ്യായത്തില് കാലേബ് വന്ന് പറയാ, ആ അനാക്യ മല്ലന്മാരുള്ള ആ ഹെബ്രോൻ മല കിര്യത്തർബ അത് എനിക്ക് തരിക. എനിക്കിപ്പോൾ 85 വയസ്സായി. ഞാൻ ഇറങ്ങിത്തിരിച്ച കാലത്തിൽ 45 വർഷം 40 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ആരോഗ്യം എനിക്ക് ഇന്നും ഉണ്ട്. എനിക്ക് തരിക. യോശുവ അത് കാലേബിന് കൊടുക്കുകയാണ് ആ ദേശം പിടിച്ചടക്കുവാൻ. അവിടെ മല്ലന്മാരുള്ള സ്ഥലമാണ്. അപ്പൊ അന്ന് കണ്ടുവച്ച മല്ലന്മാരെ കാലേബ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത്, എനിക്ക് ആ ദേശം തരിക, എനിക്ക് ഇപ്പോഴും യുദ്ധം ചെയ്യാനും പോകാനും വരാനും ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ ദേശം അവന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദേശം കീഴടക്കാനുള്ള ബലവും ദൈവം അവന് നൽകി. ആമേൻ. വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രതിസന്ധി ഏറിയ അല്ലെങ്കിൽ അല്പം വൈഷമ്യമേറിയ വിഷയത്തെ റിസ്ക് എടുത്ത് ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എടുക്കേണ്ട റിസ്കിനുള്ള ദൈവശക്തി ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. ചില വിശ്വാസ ജീവിതത്തെ ഇറങ്ങിത്തിരിക്കാൻ പല കാര്യത്തിലും മടി കാണിക്കുന്നുണ്ട്. നിങ്ങൾ മടി കാണിക്കണ്ട. കർത്താവ് പറഞ്ഞ ഏത് ആലോചനയും വചനവും അനുസരിക്കാൻ തയ്യാറായിക്കോ. ആ വിഷയത്തിൽ നിങ്ങൾ നേരിടേണ്ട റിസ്ക് നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള ദൈവിക കരുത്ത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ പതറാൻ ദൈവം സമ്മതിക്കുകയില്ല. വിശ്വാസത്തിന് വേണ്ടി ഏത് സ്റ്റെപ്പും, കർത്താവിന്റെ വചനത്തിന് വേണ്ടി ആര് സ്റ്റെപ്പ് എടുക്കുന്നു അവരെ ധൈര്യപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ പുതുതായിട്ട് കാലേബിന് ശക്തി കൊടുക്കുക. കാലേബ് അവരെ കീഴടക്കി കേട്ടോ. ആ ഹെബ്രോന്മാരെ പിടിച്ചു, അനാക്കിന്റെ പുത്രന്മാരെ കൊന്നുകളഞ്ഞു, ആ ദേശം കീഴടക്കി. നിങ്ങൾക്ക് പുതിയ ശക്തി ദൈവം തരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം അതല്ലേ പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിയെടുക്കും. ശക്തിയെ പുതുക്കിയെടുക്കും. നിങ്ങൾക്ക് ദൈവം ശക്തി പുതുക്കി തരും. വിശ്വാസം ഉണ്ടെങ്കിൽ, സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് നഷ്ടമായ ശക്തിയെ, നഷ്ടമായ ആരോഗ്യത്തെ, നഷ്ടമായ നന്മകളെ സകലത്തെയും പുതുതാക്കി നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഈ ദൈവത്തെ വിശ്വസിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 18-19. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. മരുഭൂമിയിൽ ഞാൻ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മുമ്പുള്ളവയെ ഓർക്കേണ്ട, ഞാൻ പുതിയത് ചെയ്യുകയാണ്. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികൾ ഒഴുക്കിത്തരും. ആമേ. അതെ, ദൈവം പുതിയത് ചെയ്യാൻ പോകുകയാണ്. ഈ ദൂത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഏറ്റെടുത്തോ. ദൈവം പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും കേട്ടോ. ഉറപ്പാ. നിങ്ങളുടെ സാക്ഷിയോട് പറയണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യും. 103 സങ്കീർത്തനം 5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഒരു പുതിയ യൗവനം, പുതിയ ബലം, പുതിയ ആരോഗ്യം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുക. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. പ്രിയ കർത്താവേ, അവിടുത്തെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു, സകലതും പുതുതാക്കുന്നു. പുതിയ യൗവനം, പുതിയ ബലം, പുതിയ ആരോഗ്യം, നഷ്ടമായ നന്മകൾ മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ ദൂത് കേട്ട് ആ വചനം ഹൃദയത്തെ സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ നഷ്ടമായിട്ട് മടങ്ങി വരും. എൻ്റെ ആരോഗ്യം, എനിക്ക് സൗഖ്യം, അവൻ സകലതും പുതുതാക്കി തരും എന്ന് വിശ്വസിച്ച് ഈ ദൂത് സ്വീകരിക്കുന്ന മക്കളിൽ കർത്താവെ അവിടുത്തെ ശക്തി വ്യാപരിച്ച് ദൈവം പുതിയ ബലം കൊടുത്ത്, കർത്താവെ അവർ പ്രാർത്ഥിച്ച, അവർ ആഗ്രഹിച്ച, അവർ വിശ്വസിച്ച് പറഞ്ഞ ആ കാര്യം അവർ നടപ്പാകുവാനായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് അവരിൽ ഉത്ഭവിക്കട്ടെ. ഇപ്പോൾ അവർക്കായി പുതിയ വഴി തുറക്കട്ടെ. ഇപ്പോൾ കർത്താവെ പാതകൾ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിന് ആമേൻ പറയുന്ന കർത്താവ് അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക. ദൈവം ബലം തരും, പുതിയത് തരും, എല്ലാം മടക്കി തരും.
കുറെ പേർക്ക് ഈ സന്ദേശം പതിവ് പോലെ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ന്യൂ ഡേ.